നാടിനെ നടുക്കിയ നടിയെ ആക്രമിച്ച കേസിൽ അതിനിർണായക ശിക്ഷാവിധി 3:30. ലൈംഗികാതിക്രമം നടത്തിയത് പൾസർ സുനി മാത്രമെന്ന് കോടതി. ഗൂഢാലോചനയിൽ മറ്റു പ്രതികളുടെ പങ്ക് വ്യക്തം. വിചാരണ കോടതിയിൽ പൊട്ടിക്കരഞ്ഞും ദയ യാചിച്ചും പ്രതികൾ. യഥാർത്ഥ പ്രതി ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് പ്രോസിക്യൂഷൻ. നടിയെ ആക്രമിച്ച കേസിലെ ശിക്ഷാവിധിക്കെതിരെ ഉയർന്ന വിമർശനങ്ങളിൽ അതൃപ്തി സൂചിപ്പിച്ച് വിചാരണ കോടതി. സമൂഹത്തിന് വേണ്ടിയാണോ വിധി എഴുതി നൽകേണ്ടതെന്ന് കോടതി. അനാവശ്യ കാര്യങ്ങൾ കോടതിക്കകത്തും പുറത്തും ഉന്നയിച്ചു. വിധിന്യായം വായിച്ചതിനു ശേഷമേ അഭിപ്രായം പറയാവൂ. ഹണിയം വർഗീസിന്റെ ഭൂതകാലം ചികഞ്ഞോളൂ, കോടതിയെ പറയേണ്ടെന്നും ജഡ്ജി. തദ്ദേശ പോരിന്റെ ജനവിധി അറിയാൻ ആകാംക്ഷയോടെ രാഷ്ട്രീയ കേരളം. വോട്ടെണ്ണൽ നാളെ രാവിലെ 8 മുതൽ. ആദ്യ ഫലസൂചന മിനിറ്റുകൾക്കകം. വോട്ടു കണക്കിൽ കൂട്ടിക്കിഴിക്കലുമായി മുന്നണികൾ. വോട്ടെണ്ണലിന്റെ ഓരോ ചലനവും ആദ്യം അറിയാം ന്യൂസ് മലയാളത്തിലൂടെ. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ അന്തിമ പോളിംഗ് ശതമാനം പുറത്തുവിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 2 ഘട്ടങ്ങളിലായി വിധിയെഴുതിയത് 73.68% വോട്ടർമാർ. 2020-നെ അപേക്ഷിച്ച് 2.5% കുറവ്. കൂടുതൽ പോളിംഗ് വയനാട്ടിൽ, കുറവ് പത്തനംതിട്ടയിൽ. പോളിംഗ് ദിനത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ വിവാദ പരാമർശങ്ങളിൽ മുസ്ലിം ലീഗിന് കടുത്ത അമർഷം. അപക്വമായ പ്രസ്താവനകൾ നടത്തരുതെന്ന് മുന്നറിയിപ്പ്. മുന്നണിയുടെ കെട്ടുറപ്പിനെ കുറിച്ചും ആലോചിക്കണമെന്ന് PMA സലാം. പറഞ്ഞത് പാർട്ടി അഭിപ്രായമാണെന്ന് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം മുൻ പ്രസിഡന്റ് A. പത്മകുമാറിന് തിരിച്ചടി. ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി തള്ളി. കേസിൽ പത്മകുമാറിന് നിർണായക പങ്കെന്ന് പ്രോസിക്യൂഷൻ വാദം. സ്വർണ്ണക്കൊള്ളയിലെ വെളിപ്പെടുത്തലിൽ രമേശ് ചെന്നിത്തല ഇന്ന് മൊഴി കൊടുക്കില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ പരാതികളിൽ ഏകീകൃത അന്വേഷണം. 2ാം കേസ് അന്വേഷിക്കുന്ന സംഘത്തിന് കീഴിലേക്ക് ആദ്യ കേസും മാറ്റി. AIGG പൂങ്കുഴലിക്ക് അന്വേഷണ ചുമതല. രാഹുലിന്റെ യാത്രകളും കൂടിക്കാഴ്ചകളും നിരീക്ഷിക്കാൻ നിർദ്ദേശം. പാലക്കാട്ട് ഫ്ളാറ്റ് ഒഴിയാൻ രാഹുൽ മാങ്കൂട്ടത്തിന് അസോസിയേഷന്റെ നിർദ്ദേശം. ഈ മാസം 25-നകം ഒഴിയണമെന്ന ആവശ്യം മറ്റ് താമസക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്ന് ഫ്ളാറ്റ് അസോസിയേഷൻ. മണ്ഡലത്തിൽ സജീവമായി തുടരാൻ ഉറച്ച് രാഹുൽ. ഹാൽ സിനിമയ്ക്കെതിരായ കടുംവെട്ട് നീക്കത്തിന് തിരിച്ചടി. ചിത്രത്തിനെതിരായ കത്തോലിക്ക കോൺഗ്രസിന്റെ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളി. വിധി പുറപ്പെടുവിച്ചത് സിനിമ 2 തവണ കണ്ട ശേഷം. മലയാറ്റൂരിലെ ചിത്രപ്രിയയുടെ കൊലപാതക കേസിൽ പോലീസിനെതിരെ പെൺകുട്ടിയുടെ ബന്ധുക്കൾ. പ്രചരിക്കുന്ന CCTV ദൃശ്യങ്ങളിലുള്ളത് ചിത്രപ്രിയയല്ല. ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കരുതെന്നും ബന്ധുക്കൾ. ഈ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന പല വീഡിയോയും പല കമന്റ്സും എല്ലാം റോങ് ആണ്. CCTV വിഷ്വൽസിൽ ഒന്നിലും തന്നെ ഈ പറഞ്ഞ കുട്ടിയുടെ ഒരു ഫോട്ടോസോ ഒരു വിഷ്വൽസോ ഉണ്ടായിട്ടില്ല. ഇടുക്കി മാട്ടുപ്പെട്ടിയിൽ കടുവ ഇറങ്ങിയെന്ന പേരിൽ പ്രചരിക്കുന്നത് വ്യാജ ദൃശ്യങ്ങളെന്ന് വനം വകുപ്പ്. കടുവയുടെയും കുഞ്ഞുങ്ങളുടെയും ദൃശ്യങ്ങൾ ഛത്തീസ്ഗഡിൽ നിന്നുള്ളത്. പ്രചരിച്ചത് 4 വർഷം മുൻപുള്ള ദൃശ്യം. സവർക്കർ പുരസ്കാര പ്രഖ്യാപന വിവാദത്തിൽ ശശി തരൂരിനെ തള്ളി സംഘാടകർ. വരാമെന്ന് തരൂർ സമ്മതിച്ചതാണെന്ന് HRDS പുരസ്കാര വിവരം കഴിഞ്ഞ മാസം 12-ന് തന്നെ അറിയിച്ചു. തരൂർ പിൻവാങ്ങിയത് കോൺഗ്രസിലെ എതിർപ്പ് കാരണമെന്ന് ആവർത്തിച്ച് അജി കൃഷ്ണൻ. മുൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശിവരാജ് പാട്ടീൽ അന്തരിച്ചു. അന്ത്യം മഹാരാഷ്ട്രയിലെ വസതിയിൽ അസുഖബാധിതനായി ചികിത്സയിലിരിക്കെ. വിടവാങ്ങിയത് രാജ്യത്തെ തലമുതിർന്ന കോൺഗ്രസ് നേതാവ്. ഇൻഡിഗോ സർവീസ് പ്രതിസന്ധിയിൽ കടുത്ത നടപടിയുമായി DGCA. ഫ്ലൈറ്റ് ഓപ്പറേഷൻസ് ഇൻസ്പെക്ടർമാരായ 4 പേരെ പിരിച്ചുവിട്ടു. ശീതകാല സർവീസുകൾ വെട്ടിക്കുറയ്ക്കേണ്ടി വരുമെന്ന് ഇൻഡിഗോയ്ക്ക് മുന്നറിയിപ്പ്.
ഗോവയിലെ തീപിടുത്തത്തിൽ നിശ ക്ലബ് ഉടമകളായ ലുത്ര സഹോദരന്മാരെ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിക്കാൻ നടപടി തകൃതി. തായ്ലൻഡ് പോലീസ് പ്രതികളെ ഫുക്കറ്റിൽ നിന്നും ബാങ്കോക്കിൽ എത്തിക്കും. സുവർണ ഭൂമി താവളത്തിൽ എത്തിച്ചാൽ ഉടൻ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുക്കും. റഫാൽ കരാറുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി എസ് ജയശങ്കറിന്റെ പേരിൽ പ്രചരിക്കുന്ന കത്ത് വ്യാജമെന്ന് വിദേശകാര്യ മന്ത്രാലയം. പ്രചരിക്കുന്നത് കേന്ദ്രത്തിനെ വെട്ടിലാക്കി ഫ്രഞ്ച് എംബസിക്ക് എഴുതിയ കത്തെന്ന് വ്യാജേന. കള്ളപ്രചരണം നടത്തുന്നവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് കേന്ദ്ര സർക്കാർ. മണിപ്പൂരിലെ യാത്രാ നിരോധനത്തിൽ റിപ്പോർട്ട് തേടി മനുഷ്യാവകാശ കമ്മീഷൻ. ഇടപെടൽ. ഇംഫാലിനെ നാഗാലാൻഡുമായി ബന്ധിപ്പിക്കുന്ന ദേശീയപാത അടച്ചിട്ട നടപടിയിൽ. പരാതിയിൽ കളക്ടറോട് വീണ്ടും റിപ്പോർട്ട് തേടി. ലോകായുക്ത നിയമം നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് വീണ്ടും നിരാഹാര സമരം പ്രഖ്യാപിച്ച അണ്ണാ ഹസാരെ. ജനുവരി 30 മുതൽ സമരം. നിയമം നടപ്പാക്കുന്നതിൽ മഹാരാഷ്ട്ര സർക്കാർ പരാജയമെന്ന് ഹസാരെ. യുക്രൈനിലെ സിവോഴ്സ് നഗരത്തിന്റെ പൂർണ്ണ നിയന്ത്രണം പിടിച്ചെടുത്തെന്ന് അവകാശപ്പെട്ട് റഷ്യ. മുന്നേറ്റത്തിൽ സൈന്യത്തെ അഭിനന്ദിച്ച് വ്ളാഡിമിർ പുടിൻ. റഷ്യയുടെ അവകാശവാദത്തിൽ പ്രതികരിക്കാതെ യുക്രൈൻ. കംബോഡിയയുമായുള്ള സംഘർഷത്തിനിടെ തായ്ലൻഡ് പാർലമെന്റ് പിരിച്ചുവിട്ടു. പൊതു തെരഞ്ഞെടുപ്പ് 2 മാസത്തിനുള്ളിൽ. അധികാരം ജനങ്ങൾക്ക് തിരികെ നൽകുന്നുവെന്ന് പ്രധാനമന്ത്രി അനുദിൻ ചർണവിരകൾ. വെനസ്വേലയ്ക്കെതിരെ ഉപരോധ നടപടികൾ കടുപ്പിച്ച് അമേരിക്ക. മഡൂറോയുടെ ഭാര്യയുടെ കുടുംബത്തിലെ 3 പേർക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയെന്ന് വൈറ്റ് ഹൌസ്. 6 ഷിപ്പിംഗ് കമ്പനികൾക്കും ഉപരോധം. മുപ്പതാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തിരശീല ഉയരും. 82 രാജ്യങ്ങളിൽ നിന്നായി 206 ചിത്രങ്ങൾ മേളയിൽ. പലസ്തീൻ 36 ഉദ്ഘാടന ചിത്രം. കൊച്ചി മുസിരീസ് ബിനാലയ്ക്ക് ഇന്ന് തുടക്കം. മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകിട്ട് 6-ന് ഉദ്ഘാടനം ചെയ്യും. 110 ദിവസം നീണ്ടു നിൽക്കുന്ന ബിനാലെ ഫോർ ദി ടൈം ബീയിങ് എന്ന പ്രമേയത്തിൽ. സ്റ്റൈൽ മന്നൻ രജനീകാന്തിന് ഇന്ന് 75-ാം പിറന്നാൾ. ആഘോഷ പരിപാടികളുമായി ആരാധകർ. ആശംസ അറിയിച്ച് പ്രധാനമന്ത്രി. സൂപ്പർ ഹിറ്റ് ചിത്രം പടയപ്പ് വീണ്ടും തിയേറ്ററുകളിൽ. ധർമ്മേന്ദ്രയ്ക്കായി ഒരുക്കിയ പ്രാർത്ഥനാ ചടങ്ങിൽ പ്രണയത്തെക്കുറിച്ച് വൈകാരികമായി പ്രതികരിച്ച് ഹേമ മാലിനി. സിനിമയിൽ പ്രണയിതാക്കളായി അഭിനയിച്ച തങ്ങൾ ജീവിതത്തിലും പങ്കാളികളായെന്ന് താരം. ചടങ്ങിൽ പങ്കെടുത്ത് അമിത് ഷാ അടക്കം പ്രമുഖർ. ഗോ ടൂറിനായി ഇതിഹാസ താരം ലിയോണൽ മെസ്സി ഇന്ന് ഇന്ത്യയിലെത്തും. അർദ്ധരാത്രി 1:30 ഫുട്ബോൾ മിഷിഹ കൊൽക്കത്തയിൽ വിമാനമിറങ്ങും. മെസ്സിക്കൊപ്പം സൂപ്പർ താരങ്ങളായ ലൂയിസ് വാരസും ഡി പോളും. 3 ദിവസം 4 സംസ്ഥാനങ്ങളിലായി മെസ്സിക്ക് വിവിധ പരിപാടികൾ. T20 ടീമിൽ സഞ്ജു സാംസനെ തഴയുന്നതിനെതിരെ വിമർശനം ശക്തം. ഇന്ത്യയുടെ ബാറ്റിംഗ് ലൈനപ്പിനെ വിമർശിച്ച് ദക്ഷിണാഫ്രിക്കൻ ഇതിഹാസം ഡെയിൽ സ്റ്റെയിൻ. 3-ാം നമ്പറിൽ അക്ഷർ പട്ടേലിനെ കളിപ്പിക്കുന്നത് വിഡ്ഢിത്തമെന്ന് സ്റ്റെയിൻ. തുടർച്ചയായി പരാജയപ്പെടുന്ന ഗില്ലിനെയും സൂര്യകുമാറിനെയും പിന്തുണച്ച ഇന്ത്യൻ ടീം ബാറ്റിംഗ് പരിശീലകൻ ഡോഷറ്റ്.